തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ പ്രചാരം നേടിയ കോൺഗ്രസിന്റെ പാരഡി ഗാനത്തിൽ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. ശരണമന്ത്രത്തെ അപമാനിക്കും വിധം മതവിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ പാട്ടുണ്ടാക്കിയതിനാണ് കേസ്. ഗാനരചയിതാവും ഗായകനും പ്രതികളാണ്. പാട്ട് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ആരോപിച്ച് CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിവരങ്ങളുമായി അൻഫിലി ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, മതവികാരമുണ്ടാക്കി അല്ലെങ്കിൽ മതവിദ്വേഷം നടത്തി എന്നുള്ളതാണ്, മതത്തെ വ്രണപ്പെടുത്തി എന്നുള്ളതായിരുന്നു CPM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കളയുമായി ബന്ധപ്പെട്ട പാരഡി ഗാനം അത് വലിയ രീതിയിൽ വിവാദമാവുകയാണ്. ഇപ്പോൾ അത് കേസെടുത്തിരിക്കുകയാണ് ആ ഗാനത്തിനെതിരെ. അതായത് അയ്യപ്പ ഭക്തരെയും മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവാഭരണ സംരക്ഷണ സമിതി നൽകിയ പരാതി DGP ADGPക്ക് കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SP നൽകിയ റിപ്പോർട്ടിന്മേലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ഗാനം എഴുതിയ വ്യക്തി, പാട്ട് പാടിയ വ്യക്തി, ഒപ്പം തന്നെയും ഈ പാട്ടിന് സംഗീതം നൽകിയ വ്യക്തിയും ഈ ആൽബം നിർമ്മിച്ച നിർമ്മാതാവ്, ഇങ്ങനെ ഈ 4 പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെയും ഈ ഗാനം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചവർക്കെതിരെയും കേസെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇത് വിവാദമായി മാറുകയാണ്. അതേസമയം CPM ഇതിനെതിരെ വീണ്ടും പ്രത്യേകിച്ച് CPM ഒരു പരാതി നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ശക്തമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അയ്യപ്പ മതവികാരത്തെ വ്രണപ്പെടുത്തി, ഭക്തരുടെ വിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയ ഗാനം എന്ന രീതിയിലാണ് ആരോപണവുമായി പ്രതിഷേധവുമായി CPM രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെയും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് CPM ആരോപിക്കുകയാണ്. അതായത് ഒരു പ്രചാരണത്തിന് ഒരിക്കൽ പോലും ഒരു മതമോ വിശ്വാസമോ ഒപ്പം തന്നെ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നിരിക്കെ ഈ പ്രചാരണ ഗാനത്തിലുടനീളം തന്നെയും ശരണമന്ത്രവും ഒപ്പം തന്നെ അയ്യപ്പന്റെ പേരും ഒക്കെ തന്നെ പ്രചാരണ വിഷയമായി ഉയർത്തിക്കാട്ടി എന്നാണ് CPM ആരോപിക്കുന്നത്. നാളെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പാട്ടിനെതിരെ, പാരഡി ഗാനത്തിനെതിരെ CPMന്റെ ഈ ഒരു നിലപാട് വലിയ രീതിയിൽ പരിഹസിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത്. കാരണം എപ്പോഴും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് CPM. ആ CPM തന്നെ വെറും ഒരു പാരഡി ഗാനത്തിനെതിരെ കേസുമായി രംഗത്ത് പോകുമ്പോൾ ഇത് ആ പാരഡി ഗാനത്തെക്കാൾ വലിയൊരു കോമഡി എന്ന രീതിയിലൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം മുമ്പ് പല സമാന സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മാണിക്യമലരെ എന്ന് പറയുന്ന ഒരു പാട്ട്, സിനിമാ പാട്ട്, ഈ പാട്ടിനെതിരെ ഇത് പ്രവാചക നിന്നയാണെന്ന് കാട്ടി കേസുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ ആ പാട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് കുറിപ്പിട്ട വ്യക്തിയാണ് മുഖ്യമന്ത്രി. അങ്ങനെ ഈ മുഖ്യമന്ത്രി പോലും അങ്ങനെ എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് നിലപാടെടുക്കുമ്പോൾ ഇത് വെറും ഒരു പാരഡി ഗാനമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച. ഇതിനെതിരെ കേസുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് എന്ന് കാട്ടിയാണ് കോൺഗ്രസ് രംഗത്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ പാട്ട് വിവാദമായതും ഈ കേസും ഒക്കെ സജീവമായി നിലനിർത്തി മറ്റൊരു പ്രചാരണ വിഷയമാക്കാനാണ് UDF ആലോചിച്ചിരിക്കുന്നത്. അതേസമയം CPM ആകട്ടെ ഇത് ശബരിമല അയ്യപ്പ ഭക്തരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ഉയർത്തിക്കാട്ടി അങ്ങനെ ഒരു പ്രചാരണമാക്കി നിലനിർത്താൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴും വിവാദം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ BJPയുടെ മൗനം ഏറ്റവും ശ്രദ്ധേയമാണ്. BJP ഇതേവരെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അമ്പിളി, ശരി. പാരഡി ഗാനത്തിനെതിരെ സൈബർ പോലീസ് കേസെടുത്തു. നാളെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകും. അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തിയോ, ഈ കേസ് നിയമപരമായി നിലനിൽക്കുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫിലി ഡിസൂസ.